ബിജുവിന്റെ വിറ്റും സരിതയുടെ കമന്റും തല്ലൂട്ടും ഒക്കെ ആസ്വദിക്കാൻ ഞാൻ ഇവിടെ കിടന്ന. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇത് ബാത്റൂമാണ് കേട്ടാ, കോമൺ ടോയ്ലറ്റ് ആണ്, ടോയ്ലറ്റിന്റെ ഡോറാണ് ഇത്. പിന്നെ ഈ വീട്ടില് ഒരു സ്ഥലത്ത് റബ്ബർ ബാൻഡ് ഇല്ല കേട്ടോ, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ട അപ്പൊ റബ്ബർ ബാൻഡിന് ഇത് മാത്രം വന്ന് തുറന്നു. അവിടെ നിന്ന് പോയിരുന്ന ശങ്കരൻ അമ്മയുടെ അവിടേക്ക് പോയി അങ്ങനെ കുക്ക് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ലേഡീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഉണ്ടാവും വെള്ളത്തിനൊരു കഥ. ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കണത് തോന്നില്ല. നമ്മളൊക്കെ 96 വയസ്സാകുമ്പോ എല്ല് പോലും ബാക്കി ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ എറണാകുളം ജില്ലയിലത്തെ നായരമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് വന്നു നോക്കണം കേട്ടോ. നമ്മുടെ കൊടുങ്ങല്ലൂർ ബൈപ്പിങ്കര റോഡിലുള്ള നായരമ്പലം. നമ്മൾ ഒരു എത്ര വർഷം മുന്നേ, ഒരു 4 വർഷം മുൻപാന്ന് തോന്നുന്നുണ്ട്, NFC എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നായരമ്പലം ഫ്രൈഡ് ചിക്കൻ. അതൊരു 2-3 ലക്ഷം പേരെ കണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഫാമിലികൾ മൊത്തം കൂടി ചേർന്നിട്ടുള്ള ഒരു കൂടി കഴിക്കലൊക്കെ ആയിട്ട് കുറെ ചിക്കൻ ലെഗ് ചേട്ടൻ. അതിന്റെ കൂട്ട് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ബിന്ദു ചേച്ചി ഉണ്ട്, നായരമ്പലത്തുള്ള ബിന്ദു ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് ഇത് ചെയ്യണേ. അപ്പോൾ ബിന്ദു ചേച്ചി കണ്ടുപിടിച്ചതാണ് ആ റെസിപ്പി. ബിന്ദു ചേച്ചി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അതിനിട്ട പേരാണ് നായരമ്പലം ഫ്രൈഡ് ചിക്കൻ. NFC എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി കപ്പ, അതിന് ചെരുകിയിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് പുട്ടുണ്ടാക്കുന്ന ആ ഒരു കൊള്ളിപ്പുട്ട്, അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ബിന്ദു ചേച്ചിയാണ്. നായരമ്പലത്തുള്ള ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോകളിൽ പറയാറുമുണ്ട്. ആ ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറേ നാളായിട്ട് ഞങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ച് ഇതിലെ പോണ സമയത്ത്, എറണാകുളത്തേക്ക് പോണ സമയത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ ബിന്ദു ചേച്ചിക്ക് വിളിക്കുമ്പോൾ അപ്പം എന്തെങ്കിലും ആൾക്ക് അസൗകര്യമായിരിക്കും, അല്ലെങ്കിൽ ആൾ വരാൻ പറയുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടേക്ക്. അപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു ചേച്ചി ഒരു അസാമാന്യ പ്രതിഭയാണ്, അസാമാന്യ പാഠവുമുണ്ട് കുക്കിങ്ങിൽ, പാചകത്തിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ആൾക്ക് പാചകത്തിൽ മാത്രമല്ല കഴിവ്, ആൾക്ക് കഴിവില്ലാത്തത് ഏത് മേഖലയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാത്തിലും കഴിവുണ്ട്. ആ വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തന്നെ കാണുമ്പോഴേ, 25 വർഷം മുന്നേ പണിത വീടാണിത്. അന്നേ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്തതും പ്ലാൻ വരച്ചതും ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതും ഒക്കെ ബിന്ദു ചേച്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ഉൾഭാഗം, അപ്പോൾ ആദ്യം ബിന്ദു ചേച്ചിയുടെ എന്തെങ്കിലും റെസിപ്പി, ആളുടെ തനതായ കുറേ പാചകങ്ങളുണ്ട് ആൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൾ ചെറിയ കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യും. കാറ്ററിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും, ആൾക്ക് സന്തോഷമാണ് ഇങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരത് കഴിച്ച് അവർ മനസ്സും വയറും നിറഞ്ഞു എന്നറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ, ആ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ആളങ്ങനെ ഭക്ഷണമൊക്കെ ആളുടെ ചില ഫുഡുകൾ ഐറ്റംസ് ഉണ്ട്, അത് മാത്രം അങ്ങനെ ചെയ്യും, ചെറിയ പരിപാടികൾ. അപ്പോൾ ആളുടെ എന്തെങ്കിലും റെസിപ്പികളും കൂടിയും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നേ. പക്ഷെ അതിനു മുൻപ് നമുക്ക് കാണിക്കേണ്ടത് അവരുടെ വീടിൻ്റെ ഉൾഭാഗമാണ്. ഭയങ്കര വലിയ വീടൊന്നുമില്ല, ഒരു 1600-1700 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ കേട്ടോ വീട്, കാർ പോർച്ചടക്കം. പക്ഷേ സാധാരണ നമ്മളെ ഒന്നീ പുതിയ വീട് അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്ത വീട് ഇതൊക്കെ കാണിക്കുമ്പോഴുള്ള പ്രത്യേകത, അല്ലെങ്കിൽ വലിയ ഇല്ലങ്ങള്. പക്ഷേ ഈ വീട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ കണ്ടു നടന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കാണിക്കാനുള്ള എന്തൊരു പ്രത്യേക. അതെ, കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകതകൾ തോന്നി. പിന്നെ നോക്കിയേ, ഇമാം പസന്ത് മാവ് നിൽക്കണു, അൽഫോൻസ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. അൽഫോൻസ മാമ്പഴം ജ്യൂസ്, ഇവിടെ ഉണ്ടായ മാമ്പഴം ജ്യൂസ് അടിച്ചതാണ് ഞങ്ങൾ കുടിച്ചത്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായിട്ട് അവിടെ വർത്താനൊക്കെ പോയി. അങ്ങനെ ഗാർഡൻ ആയാലും എല്ലാതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണതേ, അതാണ് അതിൻ്റെ. അത് അടുക്കിപ്പറക്കൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ. അടുക്കള തന്നെയുണ്ട് കാണാനായിട്ട് ഒരു രസം. 96 വയസ്സുള്ള ഒരു അച്ഛനുണ്ട്, ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡ് സാജു ചേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് പറഞ്ഞിട്ട് അകത്തിരുന്ന് ഞങ്ങളൊരു ഇൻട്രോ എടുത്തിട്ട് വരാം, ഒരു ബെല്ലടിക്കുമ്പോൾ നിങ്ങൾ തുറന്നാൽ മതി പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി നമസ്കാരം. അയ്യോ, എൻ്റെ അടുത്ത് വന്നൂട്ട സുഹൃത്തുക്കളെ, നീ എപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. സർപ്രൈസ് വിസിറ്റ്, സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, കുറച്ച് സർപ്രൈസും കുറച്ച് പ്ലാൻ ചെയ്തു അങ്ങനെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബിന്ദു ചേച്ചി. അതെ, നമുക്ക് NFC-യുടെ ഉപജ്ഞാതാവ്. NFC, പിന്നെ കപ്പപ്പുട്ട്. അതെ, സാജു ചേട്ടൻ NFC ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ NFC ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ അതിഗംഭീരമായിട്ട് ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിന് വെറുതെ ചെയ്യണ്ട, റെപ്യൂട്ടേഷൻ വസ്തുവും പറഞ്ഞു. അമ്മ റെപ്യൂട്ടേഷൻ വേണ്ട, ഞങ്ങൾ ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ, വേറെ ഉണ്ടാക്കണ്ട്. ബിന്ദു ചേച്ചിയുടെ ഒരു മകനാണ്. 10 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു മോനുണ്ടായത്, വസുദേവ്. ഫുൾ നെയിം വസുദേവ്.
അപ്പോൾ ബിന്ദു ചേച്ചിയുടെ പാചക റെസിപ്പികളിലേക്ക് കടക്കണതിന് മുന്നേ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വീട് കുറച്ച് കാണാനുണ്ടെന്ന്. അപ്പോൾ ഈ വീടിന്റെ കട്ട്ലേമെന്ന് നമുക്ക് തുടങ്ങാം കേട്ടാ. നോക്കിയേ, ഇത് ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതാണോ ഈ ഡിസൈൻ? ആണോ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടാണോ? ഇങ്ങനെ ഗ്രൂ അടിച്ച് അങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു മാത്രം. ഇത് അവർ കാർവ് ചെയ്ത കൂട്ടത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉറക്കമുണ്ട്. കാർവിങ് അവരുടെ ഒപ്പം ഇരുന്ന് പഠിച്ചു. പണിക്കാരുടെ കൂടെയാണ് ഞാനും അച്ഛനും. അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. അച്ഛനാണ് പറഞ്ഞില്ലേ 96 വയസ്സായിട്ടുണ്ട് ആൾക്ക്. ഞങ്ങളുടെ ഈ വീട്ടിലെ ഏറ്റവും എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ ആളച്ഛനാണ്. അമ്മ ഉണ്ടായിരുന്നു, അമ്മ പോയി. അമ്മ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സംസാരിച്ച് അയ്യോ അമ്മ ഭയങ്കര രസമാക്കിയായിരുന്നു. അപ്പൊ ഈ വീട് പണി നടക്കുമ്പോ സാജുവേട്ടൻ ഗൾഫിലായിരുന്നു. അപ്പൊ ചേച്ചിയും അച്ഛനും ആണ് ഇതിന്റെ പുറകിൽ അല്ലേ? അതെ, അച്ഛനും ഞാനും രാവിലെ വരും, പണിക്കാർ വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടാവും. അവര് പോകുമ്പോഴേ ഞങ്ങൾ പോവുള്ളൂ. അവർ ഉണ്ണാൻ പോകുമ്പോൾ ഞങ്ങൾ ഉണ്ണാൻ പോകും, അവർ ചായ കുടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ റെസ്റ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മൾ അകത്തേക്ക് കയറാണ്. അല്ല, ഈ വീട് പണിതിന് ശേഷം 25 വർഷത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വല്ല റിനോവേഷൻ വേറെ? ഉണ്ട്. ബാത്റൂമിലൊക്കെ ബാത്ത് ടബ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രം ഇങ്ങനെ തന്നെയായിരുന്നു. അവിടെ ഹോളിലേക്ക് കിടക്കാം, ലിവിംഗ് റൂമിലേക്ക് കിടക്കുമ്പോ നമ്മുടെ പണിയിപ്പിച്ച ഫർണിച്ചർ തന്നെയാ. നമ്മുടെ മെയിൻ താരം ഇതാണ് അച്ഛൻ. അച്ഛാ എനിക്കിങ്ങനെ വയസ്സായവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചിങ്ങനെ ഇറക്കി ഉമ്മ കൊടുക്കാനൊക്കെ തോന്നും. ഭയങ്കര ഇഷ്ടം എനിക്ക്. അച്ഛൻ ചിരിച്ചോ? അച്ഛൻ ചെവിക്ക് ഇത്തിരി കുഴപ്പമുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അച്ഛന്റെ പേര് പേരെന്താന്ന്? പേര് അച്ഛന്റെ പേര് പറഞ്ഞേ. വിജയൻ. ആ, നല്ല പേര്. ആരൊക്കെയുള്ളത്? എത്ര മക്കളുള്ളേ? നാല് മക്കള്. എന്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നേ? എന്ത് ജോലിയായിരുന്നു? ജോലിയാ കച്ചവടം. അതെ, എന്ത് കച്ചവടം? എവിടെയായിരുന്നു കട? കട കുറെ അപ്പുറത്ത് മാറിയാണ്. പിന്നെ മില്ലുണ്ടായിരുന്നു. മില്ലുണ്ടായിരുന്നു. മില്ല് നടത്തി. കയറ് അതൊക്കെ പൊളിഞ്ഞു പോയാ? പെൺമക്കളൊക്കെ എവിടേക്കാ കല്യാണം കഴിച്ചിട്ടുള്ളേ? പെൺമക്കളൊക്കെ ദൂരെ ആയിട്ട് കൊടുത്തേക്കണം. എല്ലാവരെയും കഴിച്ചു കൊടുത്തു. നല്ല ആഭരണം കൊണ്ട് കൊടുത്ത് 40 പേരിൻ്റെ സ്വർണം വീതം. നല്ല അതാണ് അഭിമാനത്തോട് കൂടിയിട്ടാ പറയണത്. 3 പെൺമക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. നല്ലോണം ജീവിക്കണമെന്ന് പറയും അവരൊക്കെ. നന്നായി ജീവിക്കണു അല്ലേ? അവര് വരാറില്ലേ ഇങ്ങോട്ട് അച്ഛനെ കാണാൻ? വരാറില്ലേ? ഇല്ല, വെല്ലപ്പഴൊക്കെ വരുള്ളൂ. അവര് അമ്മൂമ്മമാരായി എല്ലാവരും, ചേച്ചിമാരൊക്കെ മക്കളൊക്കെ എല്ലാവർക്കും പേരക്കുട്ടികളായി. എല്ലാവരും പല സ്ഥലത്താണ്. വരും, എന്നാലും വരും. ആരോഗ്യമൊക്കെ ഇപ്പൊ എങ്ങനെ? ആരോഗ്യത്തിന് കുറവുണ്ട്. കുഴപ്പമില്ല, സ്വന്തം നടക്കാനൊക്കെ പറ്റും. നടക്കാൻ വടിയുണ്ട്. വടിയില്ലേ, കുത്തിപ്പിടിച്ച് നടക്കാനുള്ള വടിയൊക്കെ ഉണ്ട്. തെറ്റിപ്പോവുകയെ വയസ്സ് കുറേ ഇല്ലേ, 96 പക്ഷെ കണ്ടാ തോന്നില്ല. കണ്ണടേ കണ്ടാ തോന്നില്ലാന്ന് 60 വയസ്സേ തോന്നുള്ളൂ. അതെ, 96 ഇപ്പോഴും നല്ല ചുള്ളനായിട്ടിരിക്കണം, സുന്ദരനായിട്ട്. കുളിച്ച് കുറിയൊക്കെ തൊട്ട്. ആരാ കുറി തൊട്ട് തന്നേ? കുറി മരുമോള് ദിവസം തൊട്ട് വരും. കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് തൊട്ട് വരും. ഞാൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ അച്ഛനെ പരിചയപ്പെട്ടില്ലേ? ഇനി ആളിവിടെ ഇരിക്കട്ടെ. ആൾക്ക് ചെവിക്ക് കുറച്ച് കുഴപ്പമുള്ള കാരണമുണ്ട്. ചെവിക്ക് ചെറുതായിട്ടൊരു കേൾവിക്കുറവുണ്ട്. എന്നാലും 96 വയസ്സായ ആളാണ് കേട്ടത്. അതാണ് നമ്മളൊക്കെ 96 വയസ്സാകുമ്പോ എല്ല് പോലും ബാക്കി ഉണ്ടാവില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നമ്മള് ഫർണിച്ചറൊക്കെ നമ്മളിവിടെ ചെയ്തതാ. എല്ലാം തടി ലേലം പിടിച്ചിട്ട് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവര് ചെയ്തു തന്നു. നല്ല കാർപ്പന്റേഴ്സ് ആയിരുന്നു കേട്ടാ. നല്ല ഇത് മെയ്സണും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. ഇതൊക്കെ നമ്മള് ഇതൊക്കെ ചെയ്തത് അത് പിന്നീട് ചെയ്തതാ കേട്ടോ. അത് അതിന്റെ ഇടയിൽ ചെയ്തതാ. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊരു ഓൾട്ടർനേഷൻ വരുത്തിന്ന്. അപ്പൊ അകത്തേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാ. ഇത് ഗുരുവായൂർന്ന് വാങ്ങിയിട്ട്? അല്ലല്ല, മട്ടാഞ്ചേരി. അടിപൊളി കണ്ണൻ. നല്ല ഫേസ് അല്ലേ കണ്ണന്റെ?
നല്ല ഫിനിഷിങ്. അത് തന്നെ കുറേ കണ്ടു കണ്ണനെയൊക്കെ, പക്ഷെ ഈ കണ്ണന് മനസ്സിന്ന് പോണില്ല. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഫേസ് എന്താ രസമല്ലേ, ക്യൂട്ട് ഫേസ്. പിന്നെ കണ്ണൻ നമുക്ക് കൊണ്ടൊന്ന് എത്തിച്ചു തരുമല്ലോ. കണ്ണനല്ലേ ദിവസം വിളിക്കണത്. ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഭയങ്കര ഗുരുവായൂരപ്പൻ എന്താ പറയാ ഡിവോട്ടീസ് ആണ്. ദിവസങ്ങളോളം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുന്ന കുട്ടിയാണ്. ഈ പ്രായത്തിലുള്ള പിള്ളേരൊന്നും ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അമ്പലത്തിലേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ മടിയാ, നമ്മുടെ കൂടെ ഒന്ന് വന്ന് തൊഴുത് വരാൻ. ഇത് അമ്പലം ഭയങ്കര ഇതാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. പഠനം അങ്ങോട്ട് മാറ്റി വെക്കുക. അതെ, എന്നാ വട്ടാണ് കുട്ടി. LLBക്കാണ് കേട്ടാ പഠിക്കുന്നത് ബസ്സു. 25 കൊല്ലമായിട്ടുള്ള എന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്തിട്ടെന്നറിയോ? ഈ മുകളിൽ നോക്കിയ പണ്ടത്തെ ആ ഇഷ്ടിയില്ലേ, അതാണ് ഇത്. പിന്നെ നിലം നോക്കിയ പണ്ടത്തെ വീതി ഇഷ്ടിക പോയില്ലേ, അത് ഇത് പണ്ടത്തെ ടെറാക്കോട്ട അല്ല കേട്ടോ. ഇത് ടെറാക്കോട്ട ഹൈഡ്രോളിക് പ്രസ്സിംഗ് ഉള്ളതാണ്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. ഇത് നമുക്ക് അല്ല ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇത് നമുക്ക് ഇത് ചെയ്യാം, മോട്ടർ അടിക്കാം. അല്ല മോട്ടർ ഗ്രാനൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യില്ലേ, അതുമാതിരി ഇത് ചെയ്യാൻ പറ്റും. മറ്റത് ചെയ്യാൻ പറ്റില്ല. മറ്റത് അന്നിട്ട് തന്നെയാ, അതൊന്നും മാറ്റിയിട്ടില്ല. ഇതപ്പോ ഇതിന്റെ കൂടെ പണിതിട്ടുള്ളതാണ് ഇതൊക്കെ. അതെ അതെ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ള. ആ സണ്ണൊക്കെ കണ്ടോ, ഈ സണ്ണിന്റെ ഒക്കെ ചേച്ചി അതൊക്കെ ചെയ്താണ്. ആ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പോയി മേടിക്കണ കേട്ടോ, അല്ലാതെ പണിക്കാർ പോയി വാങ്ങിക്കണല്ല. ഇതൊക്കെ ഞാൻ അന്ന് വാങ്ങിക്കണം. ഇന്നും നമുക്കത് ഫാഷൻ പോണില്ല, കാരണം ഒരു ആന്റിക് ലുക്കുള്ളത് നോക്കിയാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അതൊക്കെ നിലനിൽക്കുന്നത്. പിന്നെ മാത്രല്ല ഇപ്പോഴത്തെ പെട്ടെന്ന് പൊട്ടി പോരും ചെയ്യും. 4 വട്ടം തുറന്നാ അത് തന്നെ. ഇത് ഞങ്ങളുടെ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള ബോക്സ് ആണ്. അവരുടെ ടൂൾ കൊണ്ട് തന്നെ ഞാൻ ഓരോ തൊളയിടിപ്പിച്ചതാ. ബോക്സ് ആണെന്നത് ചെയ്തു. ഈ വീട്ടില് നമ്മളിങ്ങനെ നോക്കിയപ്പോഴേ കുഞ്ഞു 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 കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, കുറെ ഷോപ്പ് പീസുകളൊക്കെ. എവിടെയും ഒരു പൊടിയോ അഴുക്കോ കാണുന്നില്ല. അപ്പൊ വസു പറയാണ് അമ്മ സമ്മതിക്കില്ലാന്ന് ഈ വീടിന്റെ ഉള്ളിൽ ഒരു പൊടി കിടക്കാൻ. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് പൊടിനെ. അവൻ ചെയ്യില്ലല്ലോ, ഒന്നും ക്ലീൻ ആക്കില്ലല്ലോ. അപ്പൊ നമ്മള് ചെയ്യുമ്പോ ദേഷ്യപ്പെടാറുണ്ട് ഞാനേ, നീ ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യണ്ടേ. ചെറിയ ചെറിയ സാധനങ്ങള് എല്ലാരും ചോദിക്കൂട്ടെ, ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന ബുദ്ധിമുട്ടല്ലേ. ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തുടയ്ക്കാനും ഇങ്ങനെ പൊടി നിറയില്ല, അപ്പൊ ഓരോന്നെടുത്ത് തുടച്ച്. അപ്പൊ ചേച്ചി പറയാം അതൊക്കെ ഒരു രസമല്ലേ ചെയ്യാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ അമ്മ കേട്ടോ. അമ്മയുടെ പേര് രാധേന്നാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചേനെ. അച്ഛൻ നേരെ ഓപ്പോസിറ്റും. അച്ഛൻ അങ്ങനെ അധികം സംസാരിക്കില്ല, ചോദിക്കുന്നതിന് ആൻസർ തരും. പക്ഷെ അമ്മ ഇങ്ങോട്ട് ചോദിച്ചോളൂ, അങ്ങനെയായിരുന്നു. ഇത് ഡൈനിങ് ഹാളിന്റെ ഒരു ഭാഗമാണ് കേട്ടത്. ആ ഭാഗം മൊത്തം ഇങ്ങനെ എല്ലാം മരമാണല്ലേ. അപ്പൊ ഈ സൈഡ് മരം ഇല്ലാത്തതിന്റെ പേരിലാണ് അവിടെ ഇങ്ങനെ റീപ്പർ വെച്ചതിനൊരു കഥയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് പൂജാ റൂം ഉള്ളതുകൊണ്ട് ഈ ടൈല് വരണമെന്നുണ്ടായിരുന്നു, ഈ സ്റ്റോണേ. പക്ഷെ ഇത് ശരിക്കും കൃഷ്ണശില കേട്ടോ. ശരിക്കും കൃഷ്ണശില. അപ്പൊ ഇതിന്റെ ഈ പൊളച്ചിലൊക്കെ കളഞ്ഞിട്ട് വെക്കാന്ന് പറഞ്ഞവര്. ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട. കൃഷ്ണശില എന്ന് പറയുന്നതും സാധാരണ കറക്റ്റ് കരിങ്കല്ലില്ലേ, നമ്മുടെ ഒറിജിനൽ കരിങ്കല്ലേ. നമ്മള് അമ്പലങ്ങളൊക്കെ പണിയുന്ന കൃഷ്ണശിലയില്ലാന്ന് പറയില്ലേ, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ കൃഷ്ണശില. കൃഷ്ണശിലയല്ലേ പണിയാ അത്. അപ്പൊ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞു ഇവര്, മാമന്റെ ഫ്രണ്ടൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, അതിന്റെ ഫാഷൻ പോവില്ലേ. ഇതൊക്കെ ആവുമ്പോ ആ കാഞ്ചീപുരവും ഡ്യൂപ്ലിക്കേറ്റ് കാഞ്ചീപുരവും തമ്മിലുള്ള വ്യത്യാസം പോലെ അങ്ങനെ എപ്പോഴും നിൽക്കും. അങ്ങനെ ചെയ്തതായത്. അപ്പൊ ഇതിന്റെ കണ്ടോ ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് മാറിയ നിൽക്കണേ ഭിത്തിയിലും. അപ്പൊ ആ വൃത്തിയുടെ അറിയാതിരിക്കാനാണ് അങ്ങനെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഹെഡ് റെസ്റ്റ് പോയിക്കളാണ്ട. അപ്പൊ അതിങ്ങനെ അങ്ങനെ റൺ ചെയ്തെടുത്തു. കാരണം ഈ സൈഡ് വുഡനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ എലിഫന്റിന്റെ ഇതുണ്ടല്ലോ, ഇത് നേരത്തെ ഉണ്ടായിരുന്നു വീട്ടില്. അപ്പോ പഴയ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് ഈ 4 അപ്പം തന്നെ ഞാൻ പോയി വാങ്ങിച്ചു. പള്ളിമുക്കി പോയിട്ട് ഞാനും ചേച്ചിയുടെ മോളുണ്ടായിരുന്നു, ഞങ്ങൾ 2 കൂടി പോയി വാങ്ങിയത്. അത് 4 അപ്പൊ അവിടെ ഒരു ഇതായില്ലേ. ഇതിനുണ്ടൊരു കഥ പറയാനായിട്ട്. ഇതെന്താ അറിയോ, ഇത് വഞ്ചിത്തലയാണ്. വഞ്ചിയുടെ തല എൻ്റെ വീട്ടിൽ എടപ്പള്ളിയിൽ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്ന വഞ്ചിയുടെ തലയാണിത്. അതൊന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാനത് ഭയങ്കര എനിക്ക് ഇഷ്ടം തോന്നി അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ജോർജേട്ടനെ കൊണ്ട് അത് ഇടിപ്പിച്ച് കൊള്ളത്തിലിട്ട് അതിനെ കഴുകി ഞാൻ തന്നെ ശരിയാക്കി. പിന്നെ ഉപയോഗിക്കാണ്ട് വഞ്ചി പിന്നെ നശിച്ചു പോയിട്ടുണ്ടാവും. ഞാനൊന്നും കണ്ടിട്ടില്ല വഞ്ചിയൊന്നും. ഞാനൊക്കെ ആവുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വള്ളമാണെന്നാ പറയാ. അപ്പൊ അന്ന് അമ്മായിമാർക്കൊക്കെ അമ്മായിയുടെ വീട്ടിലേക്കൊക്കെ വരണമെങ്കിൽ വെള്ളം വേണം അത്രേ. പിന്നെ തെങ്ങ് കറിക്കാനൊക്കെ അച്ഛനൊക്കെ പോണെങ്കിൽ വെള്ളം വേണം. അപ്പൊ ഉണ്ട് ഈ ഇതിനകത്താണ് കുക്കിംഗ്
കുക്കിംഗ് ഒക്കെ പാചകം ചെയ്യാനൊക്കെ ആളുണ്ട്. വഞ്ചിയുടെ ഉള്ളിൽ നമ്മുടെ നദി സിനിമയിലത്തെ പോലെയാണോ? ആ വഞ്ചിയുടെ ഉള്ളിൽ വലിയ വള്ളാണത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പോയിരുന്ന ശങ്കരൻ അമ്മയുടെ അവിടേക്ക് പോയി അങ്ങനെ കുക്ക് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ലേഡീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുണ്ട് ആ വള്ളത്തിനൊരു കഥ. ശരി, അങ്ങനെയുണ്ടൊരു കഥ, മനസ്സിലായി. അപ്പൊ അതൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരുടെ ഇതൊക്കെ പ്രണയമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതന്നെ. അപ്പൊ അങ്ങനെ വഞ്ചിയുടെ ആ തല അങ്ങനെ വഞ്ചിനായിട്ടുള്ള ആ ഭാഗം മറ്റേ സൈഡും ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ സൈഡ് ഞാൻ അവിടെ ഇതങ്ങനെ ആകെ വേസ്റ്റിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കായിരുന്നു. പിന്നെ ഞാൻ ജോർജിനെ കൊണ്ട് ഇടിപ്പിച്ച് അത് വൃത്തിയാക്കി കുളത്തിൽ ഇടിച്ചു. എനിക്കത് പൊക്കാൻ പറ്റില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, പൊക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനത് കഴുകി വന്നപ്പോഴാണ് ഈ ഗോൾഡൻ കളറൊക്കെ ഞാൻ കാണുന്നത്. പിന്നെ മൂപ്പരെ കൊണ്ട് തന്നെ ഞാൻ അത് ശരിയാക്കി എടുത്തു. പിന്നെ അത് ബ്രാസൊക്കെ ഇട്ട് പോളിഷ് ചെയ്തൊക്കെ വെച്ചിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ വഞ്ചിയുടെ ഈ സാധനം മാത്രം മരത്തിന്റെ ഉണ്ടാവുള്ളൂ, പിന്നെ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതൊക്കെ പിടിപ്പിച്ചത് ഇതെല്ലാം കഴുകിയപ്പോഴാണ് ഇതൊക്കെ തെളിഞ്ഞു വന്നത്. പിടിപ്പിച്ചാട്ടോ. കാരണം ഇങ്ങനെ വിട്ടുപോകാൻ ഉള്ള ഒരു ഇത് കണ്ടപ്പോഴേ ഞാനത് അവരോടൊന്ന് ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പിടിപ്പിച്ചു കൊടുത്തു. പിടിപ്പിച്ചിട്ട് അതങ്ങനെ ഇവിടെ കൊണ്ടുവച്ചു. ബാക്കിയെല്ലാം ഉള്ളതാ. ഇവിടെ വേറൊരു സാധനം, ഇത് ഈ മണി ഞാൻ ഇട്ടതാട്ടോ. ഈ ചന്ദ്രക്കല പോലെയൊക്കെ ഉള്ളതാ. ആ മണി ഞാൻ ഇട്ടതാ. അപ്പൊ പണ്ടത്തെ ഒരു ഓർമ്മ ഞങ്ങളുടെ കാരണന്മാരുടെ അല്ലെ അച്ഛൻ്റെയും ഒക്കെ ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ. ചേച്ചിയുടെ വീട് എടപ്പള്ളിയിലാണ്, തറവാടൊക്കെ. അവിടെ ആരും ഇല്ല. എന്റെ വീട്ടില് ഞങ്ങള് 3 പെൺകുട്ടികളാണ്. അപ്പൊ വീടൊക്കെ അടച്ചിട്ടേക്കാണ്. അപ്പൊ ഞാനത് എടുത്തുകൊണ്ട് പോന്നു, ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ വീട് പണിതപ്പോഴുണ്ടല്ലോ, ഫസ്റ്റ് പണിത സംഭവം ഇതാട്ടോ. ഇത് ട്വിസ്റ്റിംഗ് വിൻഡോ ആണ്. ഇതിങ്ങനെ കറക്കാം, നമുക്ക് ഇങ്ങനെ ഊരിയാല് ഇങ്ങനെ കറക്കാം. കണ്ട, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കാണാം. പക്ഷേ ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് അവിടെ കാണില്ല, അപ്പുറം കാണില്ല. കണ്ട, ഇവിടെ വീടാണല്ലേ ഈശ്വര. അല്ല, ഇത് നിഗൂഢതകളല്ല. പണ്ടത്തെ ഓരോ വീടുകളിൽ കൊട്ടാരങ്ങളിലൊക്കെ പോയാൽ കാണാം ഇങ്ങനത്തെ. അതങ്ങനെയാണത്, അല്ലാണ്ട് ഒരു പ്രത്യേക നിഗൂഢതയൊന്നും ഇല്ല അതില്. പണ്ടേ ഉള്ള നിഗൂഢത നമ്മളത് കോപ്പി ചെയ്തു എന്ന് മാത്രം. കണ്ട, കാണുന്ന തരത്തിലാക്കണം. നമ്മൾ അകത്തുനിന്നല്ലേ നമുക്ക് വ്യൂ വേണ്ടത്, പുറത്തേക്കുള്ള വ്യൂ വേണ്ടത്. അവിടെ നോക്കി ഇങ്ങോട്ട് കാണില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത പോലെ ആക്കിയിട്ടു. അപ്പൊ ഇതിന് 63 റീപ്പേഴ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ ആദ്യം ഇതിന്റെ ഗ്രൂസ് എടുത്ത് ഇടിപ്പിച്ചു, എന്നിട്ട് വേസ്റ്റ് വരുന്ന റീപ്പേഴ്സ് എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ മുടൻ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് പോവില്ലേ, വേസ്റ്റ് ആവില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യിച്ചില്ല. ചേച്ചിക്ക് ഈ വീട് കണ്ടിട്ട് വർക്കുകളൊന്നും വന്നില്ലേ? പിന്നെ കുറേ പേര് എൻ്റെ ഫ്രണ്ട് എന്താ പറയുക, ഇപ്പോൾ വലിയൊരു ഇതാണ്, ബിൽഡറാണ് രവിശങ്കർ. അവൻ എന്നെ വിളിച്ചിരുന്നു, നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യേ മാർക്കറ്റിംഗ് ഫീൽഡിൽ മാർക്കറ്റ് മാനേജറായിട്ട്. അപ്പോൾ വണ്ടിയും ഓടിക്കുമല്ലോ, അപ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അന്നേരം ഞാൻ പറയൂ, ഞാൻ ശരിയാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. പ്രൊഫഷനാക്കിയിട്ട് എടുക്കാൻ താല്പര്യമില്ല, നമ്മുടെ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു. പിന്നെ 1-2 പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട് എൻ്റെ ഫ്രണ്ടിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഇഷ്ടമാണ്, ഇൻട്രസ്റ്റിംഗ്. എന്താ അത് ക്ലോത്ത് ഇട്ടിട്ടും ഇത് ഗ്ലാസ് ഇട്ടേക്കാണ്. അത് ശരി. ഞാനിത് എന്ത് തരം പലരും കണ്ടിട്ടില്ലല്ലോ. അതാണ് ഇതൊക്കെ നമ്മൾ ചെയ്യിച്ചതാണ്. ഈ ചെയറൊക്കെ എന്ന് പറഞ്ഞാലേ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. ഇതൊന്നും ഇതിന്റെ ഫാഷൻ ഒന്നും പോവില്ല. ഞാൻ അതൊക്കെ അന്നേ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇത് കുറെ കാലം കഴിഞ്ഞാലും ഇത് അങ്ങനെ പോവരുത്, അപ്പോഴത്തെ മോഡൽ വേണ്ട, നമുക്ക് ആ പഴയൊരു ലുക്ക്. അങ്ങനെ ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടെ സ്വപ്നം, കൊച്ചു വീട്. അന്ന് വസുദേവ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ മാത്രമല്ലേ, ഞങ്ങൾക്ക് ധാരാളമാണ്. പിന്നെ സെർവൻസ് ഇല്ലെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാം, തന്നെയാണെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതില് അങ്ങനെ ചൂസ് ചെയ്തു എന്ന് മാത്രം. പൂജാ റൂം ഇതാണ് ഞങ്ങളുടെ അമ്പൂറ്റി ഗുരുവായൂരപ്പൻ. ഭഗവാനില്ലാത്ത ഒരു കാര്യമില്ല ഞങ്ങളുടെ ഇവിടെ. എന്തിനും ഭഗവാൻ ശരണം. കുറച്ച് ദിവസം ഗുരുവായൂരായിരിക്കും. എല്ലാ മാസവും പോവും, ആരെങ്കിലും ഒരാൾ പോയിരിക്കും. ഇപ്പൊ സാജുവേട്ടൻ പോയി വന്നു, ഇനിയിപ്പോ ജൂണില് ഞാനും ബസ്സും കൂടെ പോവും. അങ്ങനെ പറ്റണ പോലെ പോവും. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്ര ഇരിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷമാണ്. അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അന്ന് കുട്ടികളില്ലല്ലേ ഞങ്ങൾക്ക് വീട് വയ്ക്കുമ്പോൾ. അപ്പോൾ രവിവർമ്മയുടെ ചിത്രം ഭയങ്കര എന്നെ എന്താ പറയുക ഹഠാതാകർഷിച്ചു എന്നൊക്കെ അജുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ. അജു ഇങ്ങനെ വലിയ കട്ടി മലയാളം പറയില്ലേ, അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ ഇതിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇത് ബാത്റൂമാണ് കേട്ടോ, കോമൺ ടോയ്ലറ്റ് ആണ്, ടോയ്ലറ്റിന്റെ ഡോറാണ്. ഇത് കണ്ട അവരുടെ ഹെയർ ഇങ്ങനെ കയറിയല്ലേ നിൽക്കുന്നേ. അത് രവിവർമ്മയുടെ ചിത്രത്തിൽ ഇങ്ങനെ ഇറങ്ങി കിടക്കണേ. അത്ര നെറ്റിയില്ല. ഞാനത് ഓൾട്ടർ ചെയ്യിച്ചതാ. ഒരു മാഷ് ഞങ്ങളുടെ പരിചയത്തിലെ മാഷ് വരച്ചു തന്നതാ. നല്ല ആർട്ടിസ്റ്റാണ് മുപ്പര്. പുള്ളി വരച്ചു തന്നാണ് എനിക്കിത്. ആ കുഞ്ഞും അമ്മയും കുഞ്ഞും അച്ഛനെ കാത്തു നിൽക്കുകയാണല്ലോ.
അപ്പോൾ നമ്മളൊരു സ്വപ്നം ചിത്രത്തിൽ കൂടെ പൂണിയിട്ടേ എന്ന് വിചാരിച്ചു. കണ്ട ലൈറ്റ് ഇട്ടാ ഇത് ഉള്ളില് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് തിരിച്ചതാ. അത് നമ്മൾ ഇടയിൽ ചെയ്താട്ടോ, ഇടയിൽ ചെയ്ത തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് അച്ഛന്റെ റൂമാണ്, അച്ഛൻ്റെ അമ്മൂമ്മയുടെ റൂമായിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ വാക്കറുണ്ട്. പക്ഷെ ആള് ഇവിടെ നടക്കണ കണ്ടു, ഈസി നടക്കണ്ട. ഇവിടെയൊന്നും വേണ്ട, പുറത്തേക്ക് പോവാണെങ്കിലാണ് പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങില്ലേ, എന്നാലും വടി എടുക്കില്ല. ഞാൻ അവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, വർക്ക് ഏരിയയിൽ ഇറങ്ങോടുത്ത് വടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും എടുക്കൂല ആള്. സുഖമായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ പേടിയും ബാക്കിലേക്ക് മറിയാനുള്ള ടെൻഡൻസി ഉണ്ട് ആൾക്ക്. അപ്പൊ നമുക്ക് പേടിയാ, വീണ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അച്ഛനില്ലേ കുട്ടികളെ നോക്കണ പോലെ ഞങ്ങൾ ഇങ്ങനെ കാവലിരിക്കും. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കൂട്ടും. അപ്പൊ വീണ് കഴിഞ്ഞാൽ ഇത് റൂം ചെറുതായതുകൊണ്ട് കിടക്കാം. റൂം ചെറുതായതുകൊണ്ടുണ്ടല്ലോ ഇത് അങ്ങട് എന്താ പറയാ ബാക്കിലേക്കാണ് ഇതിന്റെ ഭിത്തി, എന്താ പറയാ അങ്ങനെയാണ് കൺസീൽഡ് പോലെ. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് കിട്ടുമല്ലോ. ചുമരിനോട് ചേർന്നല്ലേ ഇത് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഡെപ്ത് ഉണ്ട്, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണാം, കണ്ട ഉള്ളിലേക്ക് സ്ഥലമുണ്ട്. ഈ റൂമിന്റെ പുറത്തേക്ക് ഇവിടെ ഗാർഡന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ നിറച്ച് പൂക്കളാ. ചെമ്പകമൊക്കെ കഴിഞ്ഞു തോന്നുന്നില്ലേ? ഉണ്ടായിരുന്നു, രണ്ടിലും ഉണ്ടായിരുന്നു. ദിവസവും കിട്ടുമായിരുന്നു പൂജാമുറിയിലേക്ക്. അപ്പൊ അച്ഛന് പൂക്കള് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്ര. അപ്പൊ ഇരുന്നിട്ട് അച്ഛൻ ഭയങ്കര ആളാ. അയ്യോ, എല്ലാത്തിന്റെ ബൊട്ടാനിക്കൽ നെയിമൊക്കെ അറിയാം, മിക്ക ചെടിയുടെ അറിയാം. അച്ഛനതൊക്കെ നോക്കിയിരുന്നു ആദ്യം. ചെടികളൊക്കെ കൊണ്ടുവന്നിരുന്നത്, ഇവിടെ ചെടികളുള്ള വീട് പണ്ട് പറഞ്ഞിരുന്നത്. പിന്നെ അച്ഛന് ചെയ്യാൻ പറ്റാണ്ടായപ്പോ എനിക്കൊരു വിഷമം. അച്ഛൻ നോക്കിയിരുന്നത് നശിഞ്ഞു പോരുതല്ലോ, അങ്ങനെ ഞാൻ ഏറ്റെടുത്തതാ. അപ്പൊ എനിക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനും. ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആളിങ്ങനെ ഈ ജെല്ലെ കൂടെ നോക്കിയിരിക്കും ചെടികളോട് സംബന്ധിച്ചുകൊണ്ട്. ഇത് വസുദേവിന്റെ റൂം. വസുദേവിന്റെ റൂം അല്ലായിരുന്നു, ഒരു റൂം നമ്മളങ്ങനെ ഗസ്റ്റ് റൂം പോലെ എടുത്തതാ, അത്രേ ഉള്ളൂ. അന്ന് ഉണ്ണി ആയിട്ടില്ലല്ലോ, അങ്ങനെ. പക്ഷെ അന്നായിട്ടില്ലേലും ഭാവിയിൽ കംപ്ലൈൻസ് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഉണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് നിന്നാ മതി എന്നാ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കൺസീവ് ചെയ്തു കേട്ടാ, 2002 ചിക്കൻ ബോക്സ് വന്നു. അങ്ങനെ ഒരു ബാത്റൂമാണ് അറ്റാച്ച്ഡ് ഉള്ളൂ. അത് അറ്റാച്ച്ഡ് 3 ബാത്റൂം ഉണ്ട്, പക്ഷെ ഒരെണ്ണം അറ്റാച്ച്ഡ്. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അന്ന് അത്രയും നമ്മള് ഇന്നത്തെ പോലെ അന്ന് ചിന്തിക്കണില്ല ആരും. ഒരു ബെഡ്റൂം അല്ല, അന്ന് കൂടുതൽ വേണ്ടാന്നുള്ളൊരു ഇത്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, വേറെ കുട്ടികളൊന്നുമില്ല, അപ്പൊ പിന്നെ എന്തിനാ അതിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ചിന്തയായി പോയി. പക്ഷെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ആനങ്ങളോടത്ത് ബാത്റൂം അല്ലേ, എവിടെ ബാത്റൂം. ഇനി ഒരു ബെഡ്റൂം കൂടെ, അവിടെ ഒരു റൂം കൂടി ഉണ്ട്. ഇനി ഒരു ബെഡ്റൂം, അതാണ് മാസ്റ്റർ ബെഡ്റൂം. അതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അതാണ് ഇത്തിരി വലിപ്പമുള്ളൊരു റൂം ഇവിടെ ഉള്ളത്. ഇതാണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം എന്ന് പറയാം. ഇവിടെ നിന്നാലും നമുക്ക് റോഡൊക്കെ കാണാം, റോഡ് കാണാം, ഗേറ്റ് തുറക്കണവരെ നമുക്കറിയാം. അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ആക്കിയത്. അതിൽ രണ്ടിൽ അച്ഛനും അമ്മൂമ്മക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്തപ്പോൾ അച്ഛൻ അതാണ് എടുത്തത്. ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കായിരുന്നു. അപ്പൊ അത് ചൂസ് ചെയ്തു. ഈ ടിവിയിലാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. അത് തന്നെ, ഇവിടെ ഇരുന്നാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഈശ്വരൻ ഇവിടെ കിടന്ന് ആസ്വദിച്ച് അജുവിന്റെ വിറ്റും സരിതയുടെ കമന്റും തല്ലൂട്ടും ഒക്കെ ആസ്വദിക്കാൻ ഞാൻ ഇവിടെ കിടന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ യൂട്യൂബ് വേറെ ഒന്നും അങ്ങനെ കാണാറേ ഇല്ല. ഇപ്പൊ മോൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഡെയിലി അത് കണ്ടില്ല, എനിക്ക് ഉറക്കാൻ പറ്റില്ല. റൂമിന്റെ ഈ അറ്റത്തുള്ള ഡോർ, ഇപ്പൊ ഈ ഭാഗം മൊത്തം ഷെൽഫുകളാണ് കേട്ടാ. ഈ അറ്റത്ത് ഡോർ തുറന്നു കഴിഞ്ഞാൽ കണ്ട അറ്റത്തെ ലൈറ്റ്. നിന്റെ ഉള്ളിക്ക് വാ, ഞാനിങ്ങനെ കിടക്കാം. അതെ, അപ്പൊ അജുവാണല്ലോ മാത്രമേ പറയണ ആള്. അതെ, ഞാൻ ഇറങ്ങാൻ വേണമെങ്കിൽ. ഇതൊരു ബാത്റൂമാണ്. ഇവിടെ ടബായിരുന്നു കേട്ടോ ആദ്യം. ഇവിടെയാണ് ആകെപ്പാടെ റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അച്ഛന്റെ ബാത്റൂമും എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിൽ വർക്ക് ഏരിയ നീളത്തിൽ എടുത്തിട്ടുണ്ട്, അഴയൊക്കെ ഇത് ടബായിരുന്നു ഇവിടെ. ആ ടബ് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയ്ക്കാൻ നിങ്ങളിപ്പോൾ പാടുവിടണില്ലേ, എന്തോ പോലെ ഞങ്ങളുടെ ഇവിടെ പൈപ്പിംഗ് ഏരിയയിൽ വെള്ളത്തിന് ക്ഷാമല്ലേ. അപ്പൊ നമ്മൾ ഈ ടബിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു ആളുകളോട് ഇങ്ങനെ ഒരു ചതി പോലെ തോന്നി.
പിന്നെ അത് മാത്രല്ല അതൊരു തുടക്കം കുറച്ച് നാളെ പിന്നെ വെറുതെ മോൻ കുഞ്ഞായിരിക്കുമ്പോ അവൻ കളിക്കും, പിന്നെ അവൻ തുറന്നിട്ടാൽ വെള്ളം ഓഫ് ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ആയി. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തിനത് ഇങ്ങനെ ഇതല്ലേ, അപ്പൊ തോന്നി വെറ്റേറിയൻ ഡ്രൈ ഏരിയകളാക്കാമോ. അങ്ങനെ ടബ് മാറ്റിയിട്ട് കണ്ട ഗ്ലാസ്. ഇത് എന്റെ ഫ്രണ്ട് മേരി പറയും ഇത് ലൈബ്രറി ആണെന്ന്. കാരണം ബുക്സ് ആണോ? അല്ല, ഇത് ഡ്രസ്സാണ്. ഞാൻ ഇവിടുന്ന് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് പോവാ. എല്ലാ മേക്കപ്പും എല്ലാം ആ റൂമില് AC ഇട്ട് കഴിഞ്ഞ് ഇവിടെയും കിട്ടും. അപ്പൊ സുഖാണ് ചെയ്യാൻ, ഫാനും ഉണ്ട്, നല്ല സുഖമായിട്ട് ചെയ്യാം. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോ ഇതങ്ങോട്ട് തിരിച്ചു വെക്കും ഞാൻ. ടോയ്ലറ്റ് ക്ലോസറ്റ് ഒക്കെ നോക്കിയേ. അപ്പൊ പേപ്പർ വായിക്കാൻ നമ്മളൊരു ടോയ്ലറ്റ് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കണത്. നേ തോന്നില്ല പോകും, ബാത്റൂമിൽ നിന്ന് പോകും. പലരും കാണാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ കുറെ നേരം സംസാരിക്കും. ഇറങ്ങാം, അയ്യോ നമ്മള് ബാത്റൂമിലേക്ക്. ഞങ്ങളുടെ കൊച്ചു വീട്ടില് ഞാൻ പറഞ്ഞില്ലേ സരിതോട്, കുഞ്ഞു വീടാണ്, പക്ഷെ അതിലെല്ലാ സൗകര്യങ്ങളും ഇണക്കിയിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പൊ നമുക്ക് സർവൻസ് ഇല്ലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ വീടുകൾ 2 നില വെച്ചവരൊക്കെ പറയണേ, അയ്യോ ഇത് കണ്ടിരുന്നു ഞങ്ങള് പണിയില്ലായിരുന്നു. മുകളിലേക്ക് കയറലുണ്ടാവില്ല. അന്ന് എല്ലാവർക്കും വിഷമായിരുന്നു, ഞങ്ങൾ എന്താ 2 നില പണിയാത്തത്, എന്താ ചെറിയ വീട് പണിത്, എന്താ ചെറുങ്ങനെ പണിയണേ എന്നൊക്കെ ചോദിച്ചിട്ട്. പണിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. പിന്നെ നമുക്ക് അതിന് ആവശ്യമില്ല, അത് നമ്മൾ ഒരാളുടെ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ ആവശ്യത്തിന് നമ്മളുടെ സന്തോഷത്തിനുള്ളത് ചെയ്യുക. വേറൊരാൾ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. അതാണ്, വെറുതെ പൈസ വേസ്റ്റ് ആക്കാന്നല്ലാതെ ഒന്നുമില്ല. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് വേണം കേട്ടോ 2 നിലയൊക്കെ. മരിച്ചിട്ട് 2 വർഷം ആവണു. സെപ്റ്റംബർ 12-ാം തീയതി. ചേച്ചി ആദ്യം നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും അമ്മയുടെ ശേഷങ്ങളും പറയാറുണ്ട്. ഇന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിച്ചൺ കുറച്ച് കാണാനുണ്ടെന്ന്, ആ കിച്ചൺ കാണാം. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും 2 കിച്ചണൊക്കെ അല്ലേ, ഞങ്ങൾക്ക് ഒരേ ഒരു കിച്ചണേ ഉള്ളൂ. ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യാ. ചെറിയ വർക്കൊക്കെ എടുക്കുന്നു പറഞ്ഞില്ലേ, അത് ചെയ്യണതും ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഇവര് വരണേന്റെ പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ സാധനങ്ങളൊക്കെ വെളിയിലുണ്ട്. നമ്മള് കുറച്ച് പാചക റെസിപ്പികളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെയാണോ ചെയ്യാ? ഇവിടെ തന്നെ, വേറെ അടുക്കളയില്ല. അല്ല, നമ്മള് പുറത്ത് ചെയ്യല്ലോ. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഇതെനിക്ക് നല്ല ഇഷ്ടം. വലിച്ചു ഇത് കണ്ട, ഇത് സ്പൈസസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. പഞ്ചസാര, ചായപ്പൊടി, മുളക്, മല്ലി, മഞ്ഞള്, പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൈയെത്തുന്ന ദൂരത്ത്. കൈ പൊക്കി എടുക്കണ്ടല്ലോ നമ്മള്. ഞാൻ അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രസന്റൻസ് അല്ല കൂടുതലും ആലോചിച്ചിട്ടുള്ളത്, ഫ്യൂച്ചറാണ് കൂടുതൽ ആലോചിച്ചിട്ടുള്ളത്. അന്നേരം കൈക്കൊക്കെ വല്ല ഇതൊക്കെ വന്നാൽ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ ചിന്തിച്ചു. പിന്നെ ഇവിടെ ഇതില് ഓയിലിലെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതില് ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ സാധനങ്ങളും അതിൽ കുറച്ച് ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഈ എന്താ പറയാ, ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അടുക്കളയാണ്, എന്തെങ്കിലും പെട്ടെന്ന് മുറിയാൻ, പൊള്ളല് അങ്ങനെ ഏൽക്കുമ്പോ അങ്ങനെ അതിനുള്ള മരുന്നുകൾ, ബാൻഡേഡ്, അങ്ങനത്തെ അച്ഛന്റെ അമ്മയുടെ മരുന്നുകൾ. ഇത് അച്ഛന്റെ മെഡിസിൻ, ഇത് അമ്മയുടെ ആയിരുന്നു. പിന്നെ ഇത് ഫോണിന്റെ ഡയറക്ടറി വെച്ചിരുന്നാണ്. പണ്ട് ലാൻഡ് ഫോൺ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ വളകൾ നോക്കി എവിടെയെങ്കിലും പോയി വന്നിട്ട് ഊരി വെക്കണതാണ്. ഇവിടെ നേരെ ഒരു അടുക്കളയിലും നല്ല ഊരി വെക്കും, ഒന്നും ഇടൂല ഇവിടെ. പിന്നെ പിന്നെ ഇത് കണ്ടോ, ഈ സാധനം അന്ന് ഞങ്ങളുടെ കാർപ്പൻറ്റർ വരെ പറഞ്ഞു, ചേച്ചി ഇതിന് ലോക്ക് ഇങ്ങനത്തെ വെക്കണോ അങ്ങനത്തെ വെക്കണോ. ഇതിന് ലോക്കേ വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ, ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ ഇരിക്കല്ലേ. പിന്നെ ഇതിന്റെ ഹാൻഡിലിന്റെ എന്താ ആവശ്യം? ഞാൻ ചേച്ചില്ല അവരെ കൊണ്ട്. അപ്പൊ അവര് ചേച്ചി ഇത് കൊള്ളാം, കൊറേ ഐഡിയാസ് ആന്റണിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീട്ടില് ഒരു സ്ഥലത്ത് റബ്ബർ ബാൻഡ് ഇല്ല കേട്ടോ, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ട, റബ്ബർ ബാൻഡിന് ഇത് മാത്രം ഇത് തുറന്നാൽ മതി, റബ്ബർ ബാൻഡ്. പിന്നെ ഇതിനകത്ത് ക്ലിപ്സ്, ചോറ് വാർക്കാനുള്ള ക്ലിപ്സ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ. പിന്നെ ഇതിനകത്ത് നമ്മളെ ചാക്ക് വെള്ളിയൊക്കെ ഇല്ലേ, നൂലൊക്കെ അങ്ങനത്തെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് അഴിക്കുന്നത്. നമ്മൾക്ക് അതിലൊരു സാധനം ആവശ്യം
നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നിരിക്കണത് പറഞ്ഞിട്ട് റബ്ബർ ബാൻഡ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പൊ ഞാൻ അതൊക്കെ അന്നേ വിചാരിച്ചിരുന്നു ഇതിനൊക്കെ ഒരു പെർമനന്റ് പ്ലേസ് വേണം എന്ന്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ ഈ സ്ഥലം കണ്ടെത്തിയതാണ്. ഇതൊക്കെ എന്റെ മനസ്സിലുള്ള സാധനങ്ങൾക്ക് അത് പണിക്കാർ പറയും എല്ലാം പ്ലാനിങ് ആണ്. അന്ന് കിച്ചൺ ഹോബൊന്നും ഇല്ല കേട്ടോ അന്ന് ആ സമയത്ത്. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കിച്ചതാണ്. അപ്പൊ ഒരു യൂറോപ്യൻ ടച്ച് വരില്ലേ ഇതിന്, അതിന് വുഡന്റെ ആണല്ലോ അവിടെയൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്തു. ഇല്ല. അപ്പൊ എക്സോസ്റ്റ് വെക്കുമ്പോ അത് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കിച്ചൺ ഹോബ് അതിന്റെ ഉള്ളിൽ കയറണില്ല. പോരാ. അപ്പൊ അതൊരു ഭംഗിക്ക് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഈ സിങ്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സിങ്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് വേസ്റ്റ് ബിന്നോട് കൂടി ചേർന്നിട്ടുള്ള ഒരു സിങ്ക് കണ്ട, ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൊരു കവറിലേക്കാണ് ഇത് കാണിക്കണോ, വേസ്റ്റ് കാണിക്കണോ, കണ്ടായി ഇതിലേക്ക് ഇങ്ങനെ വേസ്റ്റ്. ഇപ്പൊ മാമ്പഴം ചെത്തിയതിന്റെ ഒക്കെ നമുക്ക് ജ്യൂസ് എന്നിട്ട് ഇവിടെ ഇത് തുറന്നിട്ട് കവർ എടുത്ത് മാറ്റാം. ഡ്രോയർ പോലെ അതെടുത്തോണ്ട് പോവാം, എടുത്തുണ്ടെങ്കിൽ കളഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അതില കവർ ഇട്ട് വെക്കും. അപ്പൊ കവർ കളഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇങ്ങനത്തെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മള് താമസിച്ച സമയത്ത് വെച്ചിട്ടുള്ളത് തന്നെയാ. എന്റെ ഷോപ്പുകളിൽ എന്റെ മേമയ്ക്ക് കിട്ടിയത്. മേമ ആ സമയത്ത് തന്നെയാണ് മേമ വീട് വെച്ചത്. അപ്പൊ മേമ അവിടെ പോയിട്ട് A to Z എടുത്ത എല്ലാ സാധനങ്ങളും. ഇതിന്റെ ഇത് നോക്കിയാൽ അടുക്കള ഫുൾ ടൈലാണ്. പക്ഷെ തോന്നുന്നുണ്ടോ ടൈലാണെന്ന്? അടുക്കള ഫുൾ ടൈലാ. കണ്ട വാട്ടർ ടൈലൊക്കെ അന്ന് ഈ വാട്ടർ ടൈലൊക്കെ ഉണ്ട്. ഇപ്പൊ ഇല്ല ഇങ്ങനത്തെ ഒന്നും. ഇതിന്റെ ഫാഷനൊക്കെ പോയി. പക്ഷെ ഇപ്പൊ ഭംഗിയല്ലേ അതൊക്കെ? ഇപ്പോഴും ഭംഗിയാണ്. അപ്പൊ ഈ ടൈല് അവര് പല ഡിസൈൻസ് ഒക്കെ എന്നോട് പറഞ്ഞു ചൂസ് ചെയ്യാനായിട്ട്. പല ഇങ്ങനെ ഫ്ലോറിലൊക്കെ അതെന്റെ ഫാഷനൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഫ്യൂച്ചർ മുന്നിൽ കണ്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാത്രം നോക്കും. ആ ട്രെൻഡ് പോയി. അതെ, ഇത് തണ്ടർ എന്ന് പറയും ഈ ടൈലിനെ. എനിക്ക് പേരൊക്കെ നല്ല ഓർമ്മയുണ്ട്, തണ്ടർ ടൈല്. പക്ഷെ ഇത് നമുക്ക് ടൈൽ ഒട്ടിച്ചേക്കാന്ന് പെട്ടെന്ന് പറയില്ല. ഒരു ഐവറി കളർ പെയിന്റ് അടിച്ച മാതിരി ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ തോന്നുക? അങ്ങനെ പിന്നെ ഇല്ലേ എല്ലാം എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് വന്ന് പെട്ടിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഈ ഓവനൊന്നും ഒന്നില്ല. പക്ഷെ ആ ഗ്യാപ്പ് കറക്റ്റ് ആ ഓവൻ ആപ്റ്റ് ആയിട്ട് വന്നില്ലേ? ഞാൻ ഒരു കാര്യം അതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊക്കെ കിച്ചണിലാണ് ശരിക്കും വേണ്ടത്. അതൊക്കെ നമുക്ക് കിച്ചണിൽ നിന്ന് ചെയ്യാൻ പറ്റും. വാഷിംഗ് മെഷീൻ കിച്ചണിൽ വേണ്ട, പക്ഷെ ഫ്രിഡ്ജ് കിച്ചണിൽ. വാഷിംഗ് മെഷീൻ കിച്ചണിൽ ഭയങ്കര സുഖമാണ്. നമ്മളിപ്പോൾ ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവണത്. ഭയങ്കര സുഖമാണ്. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ ഒക്കെ കിച്ചണിൽ വേണം. ഇതിപ്പോ ഞങ്ങൾക്ക് അതെല്ലാം ഇപ്പുറത്താണ്. അതെല്ലാം കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. സ്പേസ് ഇവിടെ ഇട്ടില്ല. അതത്രയും അതേ പറഞ്ഞ കുറെ അപാകതകളുണ്ട്. എല്ലാം മെറിറ്റ്സ് മാത്രം പറഞ്ഞ പോലെ ഡിമെറിറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ വേറൊരാള് ഈ വീട് കാണുമ്പില്ലേ അവര് പറയോ ഇതെന്ത് വലിയ ഇത് പറയാനൊന്നുമില്ല, ഇതിനേക്കാൾ ഇപ്പൊ സൂപ്പർ ആയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഇത് സൂപ്പർ ആയിട്ടുള്ള വീടുകളുണ്ട്. പക്ഷെ ഇത് ചെയ്തത് 25 വർഷം മുന്നാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോഴും ആ പുതുമ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് സ്റ്റെയർ കേസിന്റെ ഇത് പോയിട്ടുള്ളതാണ്, ലിൻഡിൽ പോയിട്ടുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെ പോകുന്നോണ്ട് അത് വൃത്തികേടാവുമല്ലോ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പാർട്ടിഷൻ പോലെ ചെയ്യിച്ചത്. അപ്പൊ ഇത് കിച്ചന്റെ ഒരു ഭാഗമാണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഇതിവിടെ മിക്സികളാണ് ഇതൊക്കെ. ഇവിടെ മിക്സികള്, ഇവിടെ മിക്സി, ഇത് ഗ്രൈൻഡർ. അപ്പൊ ഒരു പ്ലഗിൽ എനിക്ക് ഇതെല്ലാം വർക്ക് ചെയ്യിക്കാം. മനസ്സിലായോ? ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സാധനങ്ങളൊക്കെ കൈയോടെ ഇവിടെ കഴുകി വയ്ക്കാം. ഈ ഇതിന്റെ സാധനങ്ങൾ ആക്സസറീസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതിന് കുറെ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ അന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾ എന്തോ കട്ട് ഉപയോഗിക്കാതിരുന്നേന്ന്. ഞാനൊക്കെ അതിൽ ഉപയോഗിക്കണേ. എനിക്ക് ഫുഡ് ഓർഡർ ഒക്കെ വരുമ്പോൾ കൂടുതൽ വേണ്ടേ, അപ്പൊ ഇതില് അരിയാലോ. പിന്നെ മിക്സികള് എല്ലാത്തിനും ഒരു പ്ലഗുകൾ. അപ്പൊ പോയിന്റ് കുറയും. മനസ്സിലായ? ഈ പോയിന്റിനാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇതിന് ബില്ലിന് ഇത് വരിക, പോയിന്റ്. അപ്പൊ ഈ ഒരു പ്ലഗ് മാറ്റി കുത്തി കൊടുത്താൽ മതി. ഇത് പ്രീതി നിങ്ങളുടെ അല്ല? അതന്നെ പ്രീതിയല്ലേ? നിങ്ങളുടെ സോഡിയാക്ക്. ഞാൻ സോഡിയാക്ക് എടുക്കാതിരുന്നാണ് ഇതൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് കിച്ചൺ ആക്സസറീസ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് കുഴയ്ക്കാം, ദോശയ്ക്ക് ആട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് ഞാൻ മിക്സ് ചെയ്യാം. അപ്പൊ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ഗ്രൈൻഡർ ദേ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കും കേട്ടോ. ഹിമാപസന്ത് മാങ്ങ. ഇത് പ്രേക്ഷകർക്കും കൂടി ഇരിക്കട്ടെ അല്ലേ? ഞങ്ങളുടെ മാങ്ങ ഇതങ്ങനെ ഓരോന്ന് ഇതിലുണ്ടല്ലോ. സഞ്ചികളാണ് കേട്ടോ, മാർക്കറ്റിൽ പോണ സഞ്ചികളാണ്. സഞ്ചി ആവശ്യം വരുമ്പോൾ അതെ അതെ അങ്ങനെയാണ്. പിന്നെ ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് ഓരോ സാധനങ്ങൾ വെച്ചിരുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഇതാണ് പുതുതായിട്ട് എടുത്തു എന്ന് പറഞ്ഞത്. അല്ലല്ല, ഇതൊക്കെ ഇതിനോടുള്ളത് തന്നെയാണ്. ബാക്കില് ഇത് മോസ്കിറ്റോ. ഇത് നേരത്തെ ഉള്ളത് ഈ ഭാഗം ഉള്ളതാ. അവിടെ അമ്മി ഉണ്ടായിരുന്നു, അരക്കണ അമ്മി. അതവിടെ നിന്ന് മാറ്റി വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട്.
അവിടെയായിരുന്നു അമ്മി. അത് സാംസങ്ങിന്റെ ഫ്രിഡ്ജ്, അങ്ങനത്തെ ഈ ഡോർ ടു ഡോർ ഫ്രിഡ്ജ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ വാങ്ങിയതാട്ടോ. അന്ന് 1 ലക്ഷമൊക്കെ 3 ഉണ്ട്. പക്ഷെ അത് വർക്കിംഗ് അല്ല. അപ്പൊ സരിതര അച്ഛൻ ചെയ്യണ പറഞ്ഞില്ലേ അന്ന് ഫ്രിഡ്ജിന്റെ എന്തോ പറഞ്ഞില്ലേ, സരിതര അച്ഛൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാള് എൻ്റെ ബ്രദറിലോ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എന്നപ്പോഴേക്കും പുള്ളി മോൻ വന്നിട്ട് ബോംബെക്ക് കൊണ്ടുപോയി, അച്ഛൻ തനിച്ചാവണ്ടില്ലാന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ അയാൾ ശരിയാക്കി തന്നാനെ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ വാങ്ങിച്ചതാണ് ആ ചെറിയ ഫ്രിഡ്ജ്. അപ്പോൾ അത് നമുക്ക് പോരാണ്ടായപ്പോൾ പിന്നെയും അതും വാങ്ങി. ഇതേ പറയാം, ഡിഷ് വാഷറും വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ പാത്രം വേസ്റ്റ് കഴുകാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ കിച്ചണിലാണ് വേണ്ടിയത് ശരിക്കും. ഇതാണ് നമ്മൾ പിന്നെ എടുത്ത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാൽ കയറാനായിട്ട് ഒരു ടോയ്ലറ്റ്. ഇവിടെ ജോലിക്ക് നിൽക്കണവർക്കൊക്കെ പോകുന്നുണ്ടെങ്കിലൊക്കെ പോവാനായിട്ട്. ഇപ്പോൾ രാധിക നിങ്ങളുള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ. കുട്ടി പെട്ടെന്ന് വീണില്ലേ? അപ്പോൾ കുറവുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. പിന്നെ എടുത്തെന്ന് പറഞ്ഞത് ഇവിടെ ഷേവ് ചെയ്യാനൊക്കെ സൗകര്യമാണല്ലോ, വെളിച്ചം നോക്കിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഓരോന്ന് ഉണക്കാനൊക്കെ വെക്കുക. ജാതിയുടെ കുരു, കുരുമുളക്, വെയിലും കിട്ടും, നല്ല വെയിലായിരിക്കും. കുരുമുളക്, ജാതിയൊക്കെ ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ ഞാൻ. അപ്പം മഴ എന്തെങ്കിലും വന്നാൽ നമുക്ക് മറന്നുപോയാലും എടുക്കാൻ എളുപ്പമാണ്. ഞങ്ങളുടെ കൊല കണ്ടോ, വലിയ കൊല. ഇത് ഒടിഞ്ഞു പോയിന്നേ, കൊല ഒടിഞ്ഞു പോയി. അത് ലാസ്റ്റാ. ഇത് പാക്ക ആവശ്യമില്ല. ഇത് റോഡാണ്. അത് വീടുകള്, അതിന്റെ ഇടയിൽ ചെറിയ റോഡാട്ടോ. ഒരു 2 വീലറൊക്കെ പോകുള്ളൂ. നമ്മള് വീടുകളിലേക്കുള്ള റോഡായിരിക്കും. നമ്മൾ ചോദിച്ചിരുന്നു അവരോടൊക്കെ വഴി വേണമെന്ന്, നമ്മളിങ്ങോട്ട് ഇറക്കി വെക്കണേക്ക് മുമ്പ്. അപ്പൊ ആർക്കും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും വേണം. അപ്പൊ നമ്മളെങ്ങനെ വിളിച്ചു കൊടുക്കുന്നത്? ഇവിടെയാണ് ഞാൻ എൻ്റെ ഫിഷൊക്കെ നന്നാക്കണ സ്ഥലം. ദേ ഇവിടെ ഒരു സ്റ്റൗ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കഴിച്ചോ. അജു പറയണ്ടേ, എനിക്ക് ഭയങ്കര സന്തോഷം. അത് കണ്ടതേ അജു ഞങ്ങളുടെ പഴം എടുത്ത് കഴിക്കണണ്ട. അജുവിന്റെ സ്വഭാവം അജു മറക്കില്ല അല്ലേ? അതാ ഞങ്ങൾക്ക് വേണ്ടത്. അല്ല, അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ വേണം. ദേ ഇവിടെയാണ് ചോറ് വയ്ക്കുന്ന സ്ഥലം. ഞാൻ ഫിഷ് എല്ലാം നന്നാക്കണത് ഇവിടെയാട്ടോ. എല്ലാം ഈ കാറ്ററിങ്ങിനുള്ളതും കാറ്ററിങ്ങിനൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ക്ലീനിങ്. ഇവിടെ ഒരു മൂവാണ്ട് നിൽക്കുന്നുണ്ട്. അത് വീണപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾ പറയണത്. ഇതിൽ സ്റ്റെയർ കേസ് കയറി പോവാം, ടെറസിലേക്ക് പോവാം. പിന്നെ ഇത് മുറ്റമാണ് അപ്പുറത്തേക്ക്. എൻ്റെ വേപ്പൊക്കെ ഇപ്പുറത്താണ്. കണ്ടാ, വേപ്പ് അവിടെയുണ്ട്. ചേമ്പ് കുറച്ചിട്ട്, ചേമ്പ് പുഴുകണ അജു, കള്ളിച്ചേമ്പ് സുഖമായിട്ട് ചെയ്യാലോ. അമ്മി, അതാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് മാറ്റിന്ന് അമ്മി. അത് മൂവാണ്ടൻ. ഇവിടെ കൊമ്പെല്ലാം ഇറക്കി. കാരണം അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോണോണ്ടേ അവർക്കൊക്കെ ശല്യാവുമല്ലോ, ചവറ് വീഴില്ലേ. അപ്പം ഞങ്ങൾ കൊമ്പിറക്കി. അതുകൊണ്ട് മാങ്ങ കുറവാണ്. ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം. ഇവിടെ സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. അത് ഓർമ്മ പറയാൻ. അതിലാണ് എല്ലാ സാധനങ്ങളും കച്ചറയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ മറ്റേ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, സ്റ്റോറിൽ വെക്കുന്ന പറഞ്ഞില്ലേ, അത് ആ ചാക്കുകളിലാണ് നിറയ്ക്കുക. പിന്നെ എൻ്റെ കാറ്ററിങ്ങിന്റെ പാത്രങ്ങളൊക്കെ വലുതൊക്കെ അതിനകത്തുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം അടക്കി ഒതുക്കി ഒന്നും ഒരു സ്ഥാനം അങ്ങോട്ട് മാറാണ്ട് അങ്ങനെ വെക്കുക. ഇതിലൊക്കെ അതെ ഈ എന്താ പറയാ, ഇത് ഇങ്ങനെ ഈ എന്താ പറയാ ടർക്കി അങ്ങനത്തേക്കില്ലേ, അതൊക്കെ ഇങ്ങനെ അടക്കിയ വെക്കുക, ഇങ്ങനെ വെക്കുകയല്ല. അത് ഞങ്ങളുടെ കബോർഡിലൊക്കെ അങ്ങനെ തന്നെയാ. ഓരോ സാധനങ്ങൾക്കും ഓരോ പ്ലേസാ. സാരി വേറെ, ബ്ലൗസ് വേറെ, അണ്ടർസ്കേർട്ട് വേറെ, അങ്ങനെ അങ്ങനെയാ. അപ്പൊ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമല്ലേ. എൻ്റെ കസിൻ എപ്പോഴും പറയും, ബിന്ദു ഇങ്ങനെ വെക്കുന്നത് എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്ററാണ്. അയ്യോ ഞാൻ എപ്പോഴും ആലോചിക്കും അങ്ങനെ ചെയ്യണമെന്ന്. 2 ദിവസം ചിന്തിക്കും. അപ്പോൾ മോളി ചോദിക്കുന്നു, ബിന്ദു ചേച്ചി കൂടിയോ അമ്മയ്ക്കെന്ന് ചോദിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മഴയാളാവും. ഇവിടെ അയൺ ചെയ്യാൻ, അയൺ ബോക്സ് വെക്കാൻ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യിച്ചതാട്ടാ ഇങ്ങനെ. അപ്പൊ അയൺ ബോക്സ് എടുത്ത് വെക്കാലോ, തുണി മടക്കാനും ഒക്കെ നമുക്ക് സൗകര്യമാവും. ഇതും അയൺ ചെയ്യണ തന്നെയാണ്. ഇത് മറ്റേ ഇട്ടിട്ടാണെങ്കിലും ചെയ്യാം, ഇട്ടിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. മെഷീൻ തയ്ക്കോ ചേച്ചി? എനിക്ക് ഇങ്ങനെ ചുരുക്കാനൊക്കെ ഓൾട്രേഷനൊക്കെ അല്ലാണ്ട് അറിയില്ല, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയും പഠിച്ചിട്ടില്ല, പക്ഷെ അതൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ. ആ കേശുവിനെ കണ്ടാ? ഈ കേശു, ഇതിന് പേരുണ്ട് കേശു. ബസ് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതാ. പാർത്താസിന്ന് വാങ്ങിച്ചത്, എറണാകുളത്ത് പാർത്താസില്ലേ അവിടെ. അന്ന് 300 രൂപയ്ക്ക് വാങ്ങിച്ചതാട്ടോ.
അസുവിൻ്റെ പ്രായത്തിൽ. എന്നിട്ട് ഇത് ഞങ്ങൾ കാറിൻ്റെ ബോണറ്റിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാറിൽ പോവാണ്. അപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു ലേഡി അയ്യോ കുഞ്ഞ്, അപ്പോൾ കുഞ്ഞ് യഥാർത്ഥ കുഞ്ഞ് എൻ്റെ വടിയിലിരിക്കുന്നുണ്ട്. ഇതിനെ കണ്ടപ്പോൾ അയ്യോ കുഞ്ഞേന്ന്. അപ്പം ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവനെ പൊക്കി കാണിച്ചു. ഇതാണ് വാവാന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്ത് അത് വീഴാൻ പോണ പോലെ അവർക്ക് തോന്നി. ഇവനെ കളിപ്പിക്കാൻ എന്നും വണ്ടിയിൽ ഉണ്ടാവുമായിരുന്നത്. അപ്പം അന്ന് പേരിട്ടത് കേശു എന്ന്. ഇപ്പോഴും ഇവിടെ ചേച്ചിമാരെ പിള്ളേർ വന്നാലും അത് കേശു. അപ്പൊ വീടിന്റെ അകം എല്ലാം കണ്ടു, നല്ല അടുക്കും ചിട്ടുണ്ട്. നമുക്ക് പുതിയ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. വീട്ടിൽ ചെന്ന അപ്പൊ തന്നെ ഇതൊക്കെ ഇതുപോലെ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും. ഓ നിങ്ങളുടെ നീറ്റായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടന്ന് മഴ ചെറുതായി തോന്നുന്നുണ്ട്. ആ താമസിക്കുമ്പോൾ ഇവിടെ തുളസി തറയാണുള്ളത്. മാറ്റി മാറ്റി വെക്കും തുളസി. കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവൊക്കെ വന്ന് മാറ്റും. ഇതിപ്പോ ഇനി വലുതായി വരും. ഇത് ആയി വരും. ഞാൻ ഇതൊന്ന് കിള്ളും, പൂജാമുറിയിൽ വെക്കാനൊക്കെ എടുക്കും. ഇനി മുന്നില് ഒരു പുൽമൈതാനം, ചെറിയൊരു ലോൺ. സരിത നമ്മുടെ വീട്ടിലുള്ളത് സിലോൺ മുല്ല. അതിന് സിലോൺ മുല്ല എന്ന് പറയാ. ഇതാണ് സിലോൺ മുല്ല. ഇതൊക്കെ താമസിക്കുമ്പോഴാണ്. ഇതൊക്കെ താമസിക്കുമ്പോഴാണ് ലോണൊക്കെ. കണ്ട ഞങ്ങളുടെ അൽഫോൺസാമ മാങ്ങിണ്ട്. ഇത് വീണ് എടുക്കുകയാണ്, കൊള്ളൂല, പറക്കി വെക്കണതാ. അത് കൊത്തിയിട്ടുണ്ടാവും. ഒച്ചിരിക്കുന്നുണ്ട. ഇതാണ് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ, ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ. ആ കുറേ വർഷമായതാ, കഴിച്ചിട്ടില്ല. അത് നല്ല വെയിൽ വേണമെന്നോ. വെയിലിപ്പോ കിട്ടുന്നുണ്ട്. കുറെ കൊമ്പൊക്കെ കുറയ്ക്കാറും കുറച്ച് വെയിലിപ്പോ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ മുന്നിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പുറം നമ്മുടെ പറമ്പാ. അതിന്റെ അപ്പുറത്ത് അത് നമ്മുടെ പറമ്പാ. അവിടെ പച്ച ഗേറ്റ് ഉണ്ട്, അതേ ആ ഗേറ്റ് അതിൽ ഞങ്ങൾ കിടക്കാൻ പറ്റും. പോയിട്ട് വരാം. ഇവിടെ ചാർലിയിലെ പോലെ, നമ്മുടെ ചാർലിയിലെ പോലെ ഒരു നായ ഉണ്ടെന്നാ പറയുന്നത്. അതുണ്ട്. സീസർ എന്ന പേര്. സീസു എന്ന് വിളിക്കും പുന്നാരിച്ച്. ആളെ പൂട്ടിട്ട് പോകാന്ന്. ആളിന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ശല്യമായില്ലോ. നിങ്ങളെ കണ്ട് ചിലപ്പോൾ ഭയങ്കര കുരയിരിക്കും. സൂക്ഷിച്ച് നടക്കണേ, മഴ കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ സ്ലിപ്പ്. മന്ദാരം. ഇതാണ് മഞ്ഞ മന്ദാരം. ഇത് മഞ്ഞ. ഇതിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണ്ണാണ്. ഇത് മുട്ട് കണ്ട, മുട്ട് കണ്ട, ഇതൊക്കെ മുട്ട്. അല്ല ഇത് വലിയ പൂവാവും, ഇതിനേലും വലിയ പൂവാ. ഇതിനേലും വലിയ പൂവാ. ഇതിന് മണം കേട്ടാ. എനിക്കപ്പോൾ എൻ്റെ ഇടപ്പള്ളിയിലെ വീട്ടിലെ ഓർമ്മ വരും. അവിടെ ഉണ്ടായിരുന്നു പണ്ടതേ. പിന്നെ ഇത് നോക്കിയേ, ഈ മുല്ല, മരമുല്ല. അതിന്റെ മിനിയേച്ചറാണ് അത്. അവിടെ ബുഷായിട്ട് നിൽക്കണ, അത് നിറച്ചു പൂണ്ടാവും. മരമുല്ല. ഇത് വലിയനാണ്. ഇത് ഞാൻ മാമൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതുണ്ട്, അത് ഞങ്ങളുടെ തുളസി, ചെത്തി, മന്ദാരം ഒക്കെ, കൃഷ്ണന്റെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് അത് തന്നെ. അങ്ങനെയാണ് പോയ കുറേ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് വേണം തുടങ്ങാൻ. നിങ്ങളുടെ കുറ്റിയമര അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അവിടെ കെട്ടി കൊടുത്തേക്കണേ ഞങ്ങൾ സൈഡിൽ. ഇന്നലെ നിങ്ങൾ അനിലൻ ചേട്ടൻ്റെ അവിടെ നിന്ന് മറ്റേ സാധനം പറിച്ചിട്ട് കിട്ടിയില്ലല്ലോ അല്ലേ, മധുരക്കിഴങ്ങ്. അത് അനിലൻ ചേട്ടന് കൊടുക്കായിരുന്നു പറഞ്ഞുകൊണ്ടാണ്. അല്ല ചില അവിടെ പൂണ്ടുപോവും. അത് തന്നെ വേണോന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ. അതെ. ഈ ഡ്രമ്മിന്റെ അടിയില് ഓട്ടിട്ടുണ്ട്. എങ്ങനെയോ സൈഡിലിട്ടുള്ളത്, അടിയിൽ സൈഡില് അപ്പുറത്ത് സൈഡിലാണ് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വീപ്പ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് രണ്ട് തല ഉപയോഗിക്കാല്ലേ, അങ്ങനെ പറ്റുമോ? ഒരു ഡ്രം ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അമ്പഴങ്ങ അത് മറ്റേ സ്റ്റാർ ഫ്രൂട്ടില്ലേ, നിറച്ചുണ്ടാവും. ഞാൻ പണിയൊക്കെ കഴിയുമ്പോഴേ ഇവിടെ വരുമ്പോൾ ബ്ലാക്ക് അമ്പഴങ്ങയും പറിച്ചിനും സ്റ്റാർ ഫ്രൂട്ടും പറിച്ചിനും ഒരു സുഖം. ഇതിനുണ്ട കമ്പോസ്റ്റ്. ഞാൻ സാജുവിനോട് പറഞ്ഞ കണ്ട അജ്ജൊക്കെ ഇടണ കണ്ട, അതങ്ങനെ കെട്ടി അങ്ങനെ. ഇത് അടിയിൽ കോൺക്രീറ്റ് ഉണ്ടേ, അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഇടിക്കുന്നത്. ഇത് വെറുതെ കെട്ടിയൊക്കെയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറേ എടുത്ത് ഞാൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് അപ്പം ഇവിടെ നിന്ന് നടാലോ, നമുക്ക് കുനിയൊന്നും വേണ്ടല്ലോ, ഇവിടെ നട്ടു കൊടുക്കാം, നിന്ന് ചെയ്യാലോ. അപ്പം ഇങ്ങനെ കെട്ടിച്ചു ഞാൻ ചുറ്റും മതിലിൻ്റെ. അപ്പോൾ വീട് കംപ്ലീറ്റ് കണ്ടില്ലേ, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ.
നല്ല നീറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതാണ് പ്രത്യേകത. അതാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്. എല്ലാതും അടുക്കും ചിട്ടയോട് കൂടിയിട്ട് എല്ലാത്തിനും ഓരോ സ്ഥാനം. ഒരു വീട് അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കണം? കണ്ണ് കാണാത്തവർക്കായാലും അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നേ. അവിടെ നിൽക്കാം അങ്ങനെ നിൽക്കട്ടാ. എന്നെ കൊതുക് കടിച്ചു. കൊതുക് അച്ചാച്ചൻ ചിരിക്കുക ഞാൻ അടിക്കുന്ന കണ്ടപ്പോ.